ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് കേരളത്തിൽ LDFിൻ്റെ ഹർത്താലാണ്. അഖിലേന്ത്യാ നിലവാരത്തിൽ നടക്കുന്ന പ്രതിഷേധ ദിനവുമായി ബന്ധിപ്പിച്ച പ്രക്ഷോഭം കേരളത്തിൽ ഹർത്താലായി പരിവർത്തിക്കുകയാണുണ്ടായത്. എങ്കിലും ഈ ഹർത്താലിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്ന പ്രത്യേകതയുണ്ട്. കോൺഗ്രസ് ആകട്ടെ അവരുടെ MLAമാർ ഇന്ന് രാജ്ഭവൻ വളയുകയും പിക്കറ്റ് പോലെ ഒരു സമരമുറ അവലംബിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും പ്രതിപക്ഷം ഗവർണറുടെ വസതിക്ക് ചുറ്റും ഇന്ന് ഇരിക്കുന്നു അവരുടെ MLAമാർ. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങൾ അഖിലേന്ത്യാ നിലവാരത്തിൽ നടക്കുന്ന നോട്ട് റദ്ദാക്കൽ സമരം, അതിന് എതിരെയുള്ള സമരം, ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ഇന്ന്. LDF പ്രഖ്യാപിച്ച ഹർത്താലുണ്ടല്ലോ, ആ ഹർത്താൽ സാധാരണഗതിയിൽ പത്രം, പാല്, ആശുപത്രി, വിവാഹം തുടങ്ങിയവയൊക്കെ ഒഴിവാക്കുകയും സാധാരണഗതിയിൽ നമുക്കറിയാം. എന്നാൽ ഇത്തവണ ഒരു വിഭാഗത്തെ കൂടി ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. അത് ബാങ്കിങ് മേഖലയാണ്. ബാങ്കിൽ ആളുകൾക്ക് പോകേണ്ടതുണ്ട്, അവരുടെ അവസ്ഥ അങ്ങനെയാണ്. ATMയിലേക്കും സഞ്ചരിക്കേണ്ടതുണ്ട്, അവരുടെ അവസ്ഥയും അതുതന്നെയാണ്. ഇത്തരം സാഹചര്യത്തിൽ ബാങ്കിങ് മേഖലയെ തന്നെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുക എന്ന ഉചിതമായ നടപടി LDF കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ MLAമാരുടെ പിക്കറ്റിങ്ങും വരുന്നു. അതുകൊണ്ട് MLAമാർക്ക് തലസ്ഥാന നഗരിയിലെത്തി സഞ്ചരിക്കേണ്ടതുണ്ട്. ബാങ്കിങ് ബിസിനസ് നടത്തുന്നവർക്കും ബാങ്കുകളിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗൗരവതരമാവണ്ണം ഇന്ന് വാഹനങ്ങൾ തടയാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കടകമ്പോളങ്ങൾ അടച്ചിട്ട, പ്രധാനമായും കടകമ്പോളങ്ങൾ അടച്ചിട്ട ഒരു ഹർത്താലായി ഇന്ന് അത് പരിവർത്തിക്കാനാണ് ഇട. ഇന്നലെ പാർലമെൻറ്റിൽ സംസാരിക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹുജനങ്ങളോട് മൻ കി ബാത്തിൽ സംസാരിക്കുകയുണ്ടായി. മനസ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിമാസ റേഡിയോ പ്രോഗ്രാമാണ് മൻ കി ബാത്ത് എന്ന് നമുക്കറിയാം. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള അവസ്ഥാന്തരത്തെക്കുറിച്ചാണ് ബഹുജനതയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. കഴിഞ്ഞ 15 ദിവസങ്ങളായി പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. സമ്മേളനം നടക്കുമ്പോഴൊക്കെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് പാർലമെൻറ്റിൽ വരാറുണ്ട്. പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കാറുമുണ്ട്. പക്ഷേ പാർലമെൻറ്റിൻ്റെ സഭാതലത്തിൽ അദ്ദേഹം എത്താറില്ല. അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. മറ്റ് ഇതര പ്രശ്നങ്ങളില്ലാതിരിക്കുന്ന സമയത്തും പാർലമെൻറ്റിലേക്ക് വരിക എന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അത്രത്തോളം ഇഷ്ടമുള്ള കാര്യമായി തോന്നിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് വരാറില്ലായിരുന്നു. എന്നാൽ നോട്ട് റദ്ദാക്കുന്ന പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തുകയുണ്ടായി എന്ന് നമുക്കറിയാം 8-ാം തീയതി. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പാർലമെൻറ്റിൽ വന്ന് പ്രതിപക്ഷ സംശയങ്ങൾ ദൂരീകരിക്കണം, പ്രതിപക്ഷത്തെ അഭിമുഖീകരിക്കണം. രാജ്യത്തെ മൊത്തം ബാധിച്ച ഈ പ്രശ്നത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ചയായി പാർലമെൻറ്റ് പ്രവർത്തനങ്ങൾ തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിന്നിട്ടും അദ്ദേഹം സ്വാഭാവികഗതിയിലെന്ന വണ്ണം പാർലമെൻറ്റിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ കടുത്ത സമ്മർദ്ദത്തിന് വിധേയമായ ഒരു ദിവസം അദ്ദേഹം പാർലമെൻറ്റിൽ വന്ന് 1 മണിക്കൂർ കഷ്ടി മുഷ്ടി ഇരിക്കുകയുണ്ടായി. ആ ഇരിപ്പൊന്ന് കാണണമായിരുന്നു. അനവസരത്തിൽ അനുചിതമായ ഏതോ സ്ഥലത്ത് എത്തിപ്പെട്ട ഒരാളെപ്പോലെ ഞെരിപിരി കൊണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഇരുന്നത്. പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഇരിക്കേണ്ട ആളെയല്ല എന്ന നിലയ്ക്കാണ് നരേന്ദ്രമോദി ചിന്തിക്കുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും കഷ്ടകാലമെന്ന് പറയട്ടെ. അദ്ദേഹം പാർലമെൻറ്റിലുണ്ടായിരുന്ന ആ സമയത്ത് തന്നെയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രസംഗിച്ചത്. അദ്ദേഹം നോട്ട് മാറ്റത്തിൻ്റെ
ഒരു ഭാവനാരാഹിത്യത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പേര് പറയൂ നരേന്ദ്രമോദി. ഇട്ട പണം തിരിച്ചെടുക്കാൻ കഴിയാതെ ആളുകൾ ഉഴലുന്ന ബാങ്കുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് പറയുന്നതും അദ്ദേഹം ബുദ്ധിമുട്ടിയിരുന്ന് കേൾക്കുകയുണ്ടായി. കേട്ട പാടെ കേൾക്കാത്ത പാടെ അദ്ദേഹം പാർലമെൻറ്റ് വിട്ടു പോവുകയും ചെയ്തു. ഏതായാലും മൻ കി ബാത്താണല്ലോ പ്രധാനം. പാർലമെൻറ്റിൽ പറയാൻ കഴിയാത്തതൊക്കെ മൻ കി ബാത്തിലും പൊതുസമ്മേളനത്തിലും അദ്ദേഹം പറയും. രണ്ടിടത്തും തിരിച്ചു ചോദ്യങ്ങൾ വരില്ല. പാർലമെൻറ്റിലാണെങ്കിൽ തിരിച്ചു ചോദ്യം വരും. റേഡിയോ സംപ്രേഷണത്തിൻ്റെ ഏറ്റവും വലിയ സൗകര്യം തിരിച്ച് ബഹുജനങ്ങൾ പറയുന്നത് എന്ത് എന്ന് കേട്ട് അലോസരപ്പെടാനുള്ള യാതൊരു സാധ്യതയും അത് നൽകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ മൻ കി ബാത്തിൽ എന്താണ് ഇന്നലെ മോദി പറഞ്ഞത്? അത് മാതൃഭൂമി എന്ന പത്രം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. മാതൃഭൂമി മാത്രമാണത് ലീഡാക്കി കണ്ടത്. ബിനാമികളെ പൂട്ടും എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. എന്തൊരു തരം ശീർഷകമാണ് അതൊന്നും ചോദിക്കരുത്. ഏത് ബിനാമി എങ്ങനെ പൂട്ടും എന്നൊന്നും വാർത്തയിലും പറയുന്നില്ല. അത് പോകട്ടെ. ഏതായാലും മൻ കി ബാത്തിൻ്റെ ആ വാർത്തയിൽ നരേന്ദ്രമോദി ഒരു കാര്യം സമ്മതിച്ചു. കഴിഞ്ഞ 21 ദിവസങ്ങളായി, 8-ാം തീയതി കഴിഞ്ഞ് 3 ആഴ്ചയാകുന്നു നോട്ട് നിരോധനം നടപ്പാക്കിയിട്ട്. 21 ദിവസങ്ങളായി ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം പരിഹരിച്ച് കയ്യിൽ തരാം എന്ന മട്ടിൽ തുടങ്ങിയ ഈ മൃഗയാ വിനോദമുണ്ടല്ലോ, 3 ആഴ്ചയാകുമ്പോഴും ആളുകൾക്ക് ഒരെത്തും പിടിയുമില്ല. എന്നാണ് ഈ ദുരന്തപർവം ഒന്ന് താണ്ടുക? എന്നാണ് ഈ ഇരുട്ടിൻ്റെ തുരങ്കം കഴിഞ്ഞ് നാം ഒരു വെളിച്ചത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് എത്തുക? ഇതൊന്നും ജനങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ശമ്പളം വാങ്ങാൻ പോകുന്നവർക്ക് അവരുടെ ശമ്പളം പൂർണ്ണമായി പിൻവലിക്കാൻ പോലും കഴിയുമോ ഇല്ലയോ എന്ന വ്യക്തത പോലും ഇല്ലാതിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് മോഡി മൻ കി ബാത്തിൽ ഒരു കാര്യം സമ്മതിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ജനങ്ങൾക്ക് പണം പിൻവലിച്ചാൽ ബുദ്ധിമുട്ടുണ്ടോ, ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം പോലും പരിശോധിക്കാതെയാണ് ആരുടെയൊക്കെയോ ഉപദേശം സ്വീകരിച്ച് ഒരു രാത്രിയുടെ പരിവർത്തന വേളയിൽ രാത്രിയിലേക്ക് ജനം സഞ്ചരിക്കുന്ന, ഉറക്കത്തിലേക്ക്, സുഷുപ്തിയിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം വന്ന് ടെലിവിഷനിലൂടെ നോട്ടുകൾ പിൻവലിച്ച കഥ പറഞ്ഞത്. അങ്ങനെ അത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ് മോദി ധരിച്ചിരുന്നത് എന്ന് തോന്നുന്നു. 65% നോട്ടുകളും പണമാർക്കറ്റിൽ നിന്ന് പിൻവലിക്കപ്പെടുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് മോദി കരുതിയിരുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു നല്ല പ്രധാനമന്ത്രിയല്ല എന്ന് മാത്രമല്ല, നല്ല ഒരു രാഷ്ട്രീയ നേതാവ് പോലുമല്ല. ഏതായാലും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു, ബുദ്ധിമുട്ടുകളുണ്ട്, ആ ബുദ്ധിമുട്ടുകൾ സഹിക്കണം കുറച്ച് ദിവസം കൂടി. നോട്ട് റദ്ദാക്കൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും അതിനെ ജനങ്ങൾ പിന്തുണച്ച് ത്യാഗം സഹിക്കുന്നു. അവരോട് ഞാൻ എൻ്റെ നന്ദി പറയുന്നു. 50 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നാണ് മോദി ഈ മൻ കി ബാത്തിൽ ഇന്നലെ പറഞ്ഞത്. അതുമാത്രമല്ല, ബിനാമികളെ പൂട്ടും എന്നുകൂടി മോദി പറഞ്ഞു കളഞ്ഞു എന്ന് മാതൃഭൂമി പറയുന്നു. കാണുക, കറൻസി രഹിത സമൂഹമായി നാം മാറണം. കള്ളപ്പണം പാവപ്പെട്ടവരുടെ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നവരെ പിടികൂടി മൂക്ക് ചെത്തുമെന്ന് പറഞ്ഞിട്ടില്ല, പിടികൂടും എന്നുകൂടി മൻ കി ബാത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ബിനാമി ഇടപാടുകൾ തടയാൻ കർശന നിയമം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കറൻസി രഹിത സമൂഹമായി വളരണമെന്ന് എന്നും കള്ളപ്പണം സൂക്ഷിക്കാൻ പാവങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് പിൻവലിച്ചതിന് ശേഷം ജനങ്ങളോടായി സംസാരിച്ചത് പാർലമെൻറ്റിന് പുറത്ത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ബിരുദൻ ഊർജിത് പട്ടേൽ RBIയുടെ ഗവർണറാണ്. 8-ാം തീയതി നോട്ട് പിൻവലിച്ചതിന് ശേഷം കമ എന്നൊരക്ഷരം ആരോടും പറഞ്ഞിട്ടില്ല ഈ മഹാൻ. അദ്ദേഹവും പൊടുന്നനെ
സംസാരിച്ചിരിക്കുന്നു. അതും മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് ഒപ്പം തന്നിരിക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഊർജിത് പട്ടേൽ. ഊർജിത് പട്ടേൽ പറയുന്നത്, എല്ലാ ദിവസവും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. സ്ഥിതി സാവധാനം മെച്ചപ്പെട്ടതായാണ് ബാങ്കുകൾ നൽകുന്ന വിവരം. ബാങ്ക് ശാഖകളിലെയും ATMകളിലെയും വരികളുടെ നീളം ദിനംപ്രതി കുറയുന്നുണ്ട്. ATMകൾ പുനഃക്രമീകരിച്ചു വരികയാണ്. വിപണികളും പതിവ് നിലയിലായി എന്ന് അദ്ദേഹം പറയുന്നു. ബാങ്കുകളിലെ തിരക്ക് കുറയുന്നു, ATMൻ്റെ മുന്നിലെ തിരക്ക് കുറയുന്നു. ബാങ്കിൽ പോയി പൈസ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, തിരക്ക് കുറയുന്നു. ATMനെ കുറിച്ച് ഇന്നും എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ ATMകളും ശൂന്യമാണ്. ശൂന്യതയുടെ മുന്നിൽ ക്യൂ നിൽക്കാൻ വട്ടൊന്നുമില്ലല്ലോ ആളുകൾക്ക്. അതുകൊണ്ട് ATMൻ്റെ മുന്നിലുള്ള ക്യൂകളും കുറയുന്നു. ചുരുക്കത്തിൽ പണം ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ബാങ്കിലേക്ക് പോയി, ATMൻ്റെ മുന്നിലേക്ക് പോയി. ഇപ്പോൾ ആ പ്രതീക്ഷ തന്നെ ആളുകളിൽ നിന്ന് പോയിരിക്കുന്നത് കൊണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ പോകുന്നില്ല, കുറവാണ് പോക്ക്. അത് കണ്ട് മോദിയുടെ RBI ഗവർണർ പറയുകയാണ്, ക്യൂവിൻ്റെ നീളം കുറയുന്നത് കാണിക്കുന്നത് കാര്യങ്ങൾ പരിഹരിച്ചു എന്നാണ്. ഇത്തരം ബിരുദന്മാരെ വെച്ചുകൊണ്ടാണ് മോദി ഈ നയസമീപനത്തിലേക്ക് സ്വയം എടുത്തെറിഞ്ഞത് എന്ന് 21 ദിവസമാകുമ്പോൾ ഊർജിത് പട്ടേൽ അദ്ദേഹത്തിൻ്റെ മൗനം ഭഞ്ജിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടും തീർന്നില്ല. മോദി പറഞ്ഞു, നിശ്ചിത വേതനം നൽകാതെ കബളിപ്പിക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. മൊബൈൽ സാങ്കേതിക വിദ്യയും ഇവർക്ക് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് കറൻസിയിലേക്ക് ഈ രാജ്യം ഉടനടി സഞ്ചരിക്കുമെന്ന് മോദി എന്ന മഹാൻ സ്വപ്നം കാണുന്നു. പ്ലാസ്റ്റിക് കറൻസിയിലേക്ക് ഒരു ജനതയ്ക്ക് സഞ്ചരിക്കുന്നതിന് അതൊരു നല്ല കാര്യം. സഞ്ചരിക്കുന്നതിന് അവരുടേതായ രീതികളും താളങ്ങളും സമയങ്ങളുമുണ്ട് എന്നൊന്നും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ആകെയുള്ള ഇന്ത്യക്കാരിൽ പകുതി പേർക്ക് പോലും ബാങ്ക് അക്കൗണ്ടില്ല. കേരളത്തിൽ പോലും അങ്ങനെയാണ് അവസ്ഥ. ഈ ജനതയാണ് പൊടുന്നനെ പ്ലാസ്റ്റിക് കറൻസിയിലേക്ക്, കറൻസി ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നത് എന്നാണ് ഈ മഹാൻ സ്വപ്നം കണ്ടിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി. അതുമാത്രമല്ല, ഗോവ എന്ന സംസ്ഥാനം വളരെ പെട്ടെന്ന് കറൻസി ഇല്ലാത്ത സംസ്ഥാനമായി, ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറിത്തീരാൻ പോകുന്നുവെന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. വെച്ചു വാണിഭക്കാർ അഭംഗുരം ഇനിയും തുടരാൻ ഇടയുള്ള ഇന്ത്യൻ കമ്പോള സാഹചര്യത്തിൽ ചില്ലറയും ചില്ലറ വിൽപ്പനകളും എപ്പോഴും നിലനിൽക്കും എന്ന് കണ്ടെത്താനുള്ള, ദീർഘമായി നിലനിൽക്കും എന്ന് കണ്ടെത്താനുള്ള ആർജവം പോലും പ്രധാനമന്ത്രിക്ക് ഇല്ലാതെ പോയി. കാണുക, അദ്ദേഹത്തെ ഈ കാര്യത്തിൽ നന്നായി ഉപദേശിച്ചിരിക്കാനിടയുള്ള RBI മേധാവി പറയുന്നത്, നോട്ടുകൾക്ക് പകരം കാർഡുകളും മൊബൈൽ വാലറ്റുകളും ഉപയോഗിച്ച് തുടങ്ങണം. വികസിത രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും നോട്ട് രഹിത വിനിമയ സമ്പദ് വ്യവസ്ഥയായി മാറണം. ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ഗുണം ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ഗുണം ചെയ്യുമെന്ന് പറയുന്നത് ശരിയാണ്. ആ മാറ്റവും ശരിയായ ഒരു ദിശയിലേക്കുള്ള സഞ്ചാരവുമാണ്. കാരണം കള്ളപ്പണവും കള്ളനോട്ടും എന്നേക്കുമായി ഇല്ലാതാക്കാൻ നോട്ടുകളിൽ നിന്നുള്ള മുക്തി സഹായിക്കും. പക്ഷേ അത് കഴിയുമോ? നോട്ടുകളിൽ നിന്നും ചില്ലറകളിൽ നിന്നും വെച്ചു വാണിഭക്കാരുടെ വ്യവഹാര രീതികളിൽ നിന്നും ഇന്ത്യൻ സമ്പദ്ഘടനയും കമ്പോളവും അടിയന്തിരമായി മുക്തമാകുമെന്ന് കരുതാനുള്ള ഭൗതിക സാഹചര്യം ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അതുപോലും പകുതിയോളം ജനങ്ങൾക്ക് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ സ്വപ്നം കാണുന്നത് എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു, കള്ളനോട്ടോ കള്ളപ്പണമോ പിടിക്കലൊന്നുമല്ല ഈ നോട്ട് നിരോധനത്തിൻ്റെ അടിസ്ഥാനം. മറിച്ച് അത് പ്ലാസ്റ്റിക് കറൻസിയിലേക്കുള്ള സഞ്ചാരത്തിനുള്ള വഴി തെളിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ പണവും ബാങ്കുകളിലെത്തണം. അങ്ങനെ ബാങ്കിന് പുറത്ത് പണത്തിൻ്റെ വിനിമയം നടക്കുന്നത് സഹിക്കുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഉപദേശകർക്കും. മുഴുവൻ പണവും ബാങ്കുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ധനികരായ ആളുകൾക്ക്, കോർപ്പറേറ്റുകൾക്ക് ധാരാളമായി ഈ പണമെടുത്ത് ചമ്മാളിക്കാം. അതുതന്നെയാണ് ലക്ഷ്യം എന്ന് വേണം കരുതാൻ.
അധികാരത്തിലേക്ക് അവരോധിതനായ നാളുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോർപ്പറേറ്റുകളുടെ ഔരസപുത്രനാണ് എന്ന നിലയ്ക്കുള്ള പ്രചാരങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിവയ്ക്കുകയാണ് ഈ പ്ലാസ്റ്റിക് കറൻസിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടും തീർന്നില്ല. കേരളത്തിലെ പ്രതിഷേധം ഹർത്താലായി മാറിയിരിക്കുന്നത് സഹകരണ മേഖലയുമായി ബന്ധിപ്പിച്ചാണ്. സഹകരണ മേഖലയിൽ കുന്നുകൂടി കിടക്കുന്ന ഈ വലിയ പണം 1,27,000 കോടി രൂപ, ആ രൂപ അതങ്ങനെ തന്നെ ഷെഡ്യൂൾ ബാങ്കുകളിലേക്ക് എത്തുക, അതും കോർപ്പറേറ്റുകളുടെ പ്രയോഗ മേഖലകളിലേക്ക് എത്തി ചെല്ലുക, ഇതൊക്കെയാണ് ഇവർ കാണുന്ന സ്വപ്നങ്ങൾ. കഷ്ടമെന്ന് പറയട്ടെ, കേരളത്തിലെ കുറച്ച് BJP നേതാക്കളും ഈ സ്വപ്നം കാണുന്നു എന്ന് മാത്രമല്ല, അന്ധമായി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുകയോ പിൻഗമിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയേണ്ടി വരും. കള്ളപ്പണം വെളുപ്പിക്കാൻ ഒരവസരം കൂടി, അവസരങ്ങൾക്ക് പിറകെ അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. കള്ളപ്പണം പിടിക്കുക എന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല, അതൊന്നും ഇവരുടെ ലക്ഷ്യത്തിൽ തന്നെ ഇല്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഇന്ന് മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് തൊട്ടു താഴെ നൽകിയിട്ടുണ്ട്. കാണുക. അസാധുവായ നോട്ടുകളടങ്ങിയ കള്ളപ്പണം കൈവശമുള്ളവർക്ക് അത് വെളുപ്പിക്കാൻ കേന്ദ്രം ഒരവസരം കൂടി നൽകുന്നു. രേഖകളില്ലാതെ സൂക്ഷിക്കുന്ന 500, 1000 രൂപ നോട്ടുകൾ ഡിസംബർ 30-നകം സ്വയം വെളിപ്പെടുത്തി ബാങ്കിൽ നിക്ഷേപിച്ചാൽ 50% മാത്രം നികുതി നൽകിയാൽ മതി. ഈ പണം റദ്ദാക്കൽ നടപടിക്ക് തൊട്ടു മുമ്പ് മോദി ഇത് ചെയ്തതാണ്. 30,000 കോടി രൂപ അതുവഴി നികുതി ഇനത്തിൽ ലഭിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞതാണ്. അതുതന്നെ അദ്ദേഹം വീണ്ടും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അർത്ഥം. എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് 70 വർഷം കൊണ്ട് നാമാവശേഷമാക്കി ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ അടിച്ച് വൃത്തിയാക്കുന്ന രീതിയാണ് താൻ സ്വീകരിക്കുന്നത് എന്ന്. ചരിത്രം എന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് പറയാഞ്ഞത് നന്നായി നരേന്ദ്രമോദി. അദ്ദേഹം പറയാതെ പറയുന്നത് അതാണ്. സ്വതന്ത്ര ഇന്ത്യ 70 വർഷം പൂർത്തിയാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നല്ല ഭരണാധികാരി താൻ മാത്രം എന്ന് പറയുമ്പോൾ വാജ്പേയി 2 തവണ ഈ രാജ്യം ഭരിച്ചു എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ യാഥാർത്ഥ്യം പോലും നരേന്ദ്രമോദി മറന്നുപോകുന്നു. നരേന്ദ്രമോദി ഇന്ത്യയെ രക്ഷിക്കാൻ അവതരിച്ച മിശിഹയെ മാതിരി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ RSSകാർക്ക് പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ പൂർണ്ണമായും കഴിയാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യം കൂടി കാണേണ്ടി വരും. RSSകാരുടെ ആ അവസ്ഥയെക്കുറിച്ചും ഇന്ന് പത്രവാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. മോദിയുടെ അവസ്ഥ ഇതായിരിക്കുന്നു. മോദി കള്ളപ്പണവേട്ട തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന അവകാശം പറയുന്നു. ഏതായാലും കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ അവിഹിത സ്വത്തിനെ സംബന്ധിച്ച് NGOമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗം മലയാള മനോരമ ആ പ്രസംഗം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ജീവനക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശരിയായ സ്വത്തല്ല, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാനുള്ള നിയമനിർമ്മാണം നടത്താൻ പോകുന്നു കേരളം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗ ഭാഗം വാർത്തയാക്കിയ മലയാള മനോരമയുടെ വാർത്തയിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സർക്കാർ ജീവനക്കാരുടെ അവിഹിത സ്വത്ത് കണ്ടുകെട്ടും, ജനങ്ങളെ ദ്രോഹിക്കുന്നവരെ ഒറ്റപ്പെടുത്തുമെന്നും പിണറായി വിജയൻ. സർക്കാർ ജീവനക്കാരുടെ അവിഹിത സ്വത്ത് കണ്ടുകെട്ടാൻ പഴുതടച്ച സംവിധാനം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യായമായ സ്വത്ത് കൈവശം വയ്ക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെങ്കിലും സ്വത്ത് അന്യായമായി സമാഹരിക്കാൻ ശ്രമിക്കുന്നത് അനുവദിക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. CPI അനുഭാവ ജീവനക്കാരുടെ സംഘടനയായ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, ജീവനക്കാരിൽ ഒരു വിഭാഗത്തെ, ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വം കഴിഞ്ഞാൽ കേരളത്തിൽ അധികാരം കൈയാളുന്നത് നമുക്കറിയാവുന്നത് മാതിരി ഉദ്യോഗസ്ഥ വിഭാഗമാണ്. സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ ഇരിക്കുന്ന ആ ഉദ്യോഗസ്ഥ വൃന്ദം അതിശക്തമായ രാഷ്ട്രീയ അധികാരമുള്ള ഒരു പട തന്നെയാണ്, സൈന്യം തന്നെയാണ്. അവരെക്കുറിച്ച് വലിയ മതിപ്പൊന്നും ജനങ്ങൾക്കില്ല എന്ന കാര്യം നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം. അദ്ദേഹം പറയുന്നത് കാണുക.
ജീവനക്കാരിൽ ഒരു വിഭാഗം അഴിമതിക്കാരാണ് എന്ന് പരാതിയുണ്ട്. ഈ ചെറിയ വിഭാഗത്തിൻ്റെ പ്രവർത്തനം മൂലം നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വലിയ വിഭാഗത്തെ ജനങ്ങൾ പുച്ഛത്തോടെയാണ് കാണുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. നിർഭാഗ്യവശാൽ ഒരു വിഭാഗം ജീവനക്കാർ തൊഴിലിൽ പ്രതിബദ്ധത പുലർത്തുന്നില്ല. താഴെത്തട്ടിൽ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ പോലും സെക്രട്ടേറിയറ്റിലേക്ക് അയക്കുന്ന രീതി ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നത് വഴി അഴിമതിക്കാരായ ജോലി ചെയ്യാത്ത NGOമാരിലുള്ള ഈ ചെറിയ വിഭാഗം ഭയക്കണം. ഇനി അവരുടെ അവിഹിത സ്വത്ത് കണ്ടുകെട്ടാനുള്ള നിയമനിർമ്മാണത്തിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തിരിക്കുന്നു എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. മാവോയിസ്റ്റ് കൊല അത് ഏറ്റുമുട്ടലിലൂടെയാണോ അഥവാ ഏകപക്ഷീയമായി പോലീസുകാർ നടത്തിയ ഒരു അതിവിരുദിൻ്റെ ശ്രമഫലമാണോ എന്ന കാര്യം തർക്കപ്രശ്നമായി നിൽക്കുന്നു. ഇന്നലെ മാവോയിസ്റ്റ് നേതാവ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആൾ നിലമ്പൂർ പത്രമോഫീസുകളിൽ വിളിച്ചു പറഞ്ഞതുപോലെയാണെങ്കിൽ അസുഖബാധിതരായി അവശരായി കിടക്കുന്ന രണ്ടാളുകൾ, ആ രണ്ട് ആളുകളെയാണ് ദേവരാജനെയും അജിതയെയും ക്ലോസ് റേഞ്ചിൽ നിന്ന് വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്ന് മാവോയിസ്റ്റുകൾ, രക്ഷപ്പെട്ട മാവോയിസ്റ്റുകൾ തന്നെ പത്രമോഫീസുകളിൽ വിളിച്ചു പറയുന്ന അവസ്ഥ ഇന്നലെ ഉണ്ടായി. ഏതായാലും അന്വേഷണം ആവശ്യപ്പെടുന്ന വലിയൊരു പ്രമേയമായി അത് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അന്വേഷണത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നു. ജനയുഗമെന്ന പത്രം ആ വാർത്ത 1-ാം പേജിൽ തരുന്നു. മാവോയിസ്റ്റ് പ്രവർത്തകരുടെ കൊല മജിസ്റ്റീരിയൽ അന്വേഷണം ഉത്തരവായി. സുപ്രീം കോടതി ഈ കാര്യത്തിൽ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാൻ തന്നെയാണ് കേരള സ്റ്റേറ്റിൻ്റെ തീരുമാനം. പെരിന്തൽമണ്ണ സബ് കളക്ടർ ജാഫർ മാലികെ അന്വേഷിക്കും. നിലമ്പൂർ കരുളായി മേഖലയിൽ അവിശ്വസനീയമായ തരത്തിൽ 2 മാവോയിസ്റ്റ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പെരിന്തൽമണ്ണ സബ് കളക്ടർ ജാഫർ മാലികിനെ ചുമതലപ്പെടുത്തി. ഏറ്റുമുട്ടൽ മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിട്ട് ശനിയാഴ്ച വൈകി ഉത്തരവിട്ടിരിക്കുന്നു. അങ്ങനെ 2 തലത്തിൽ, പോലീസ് തലത്തിലും മജിസ്ട്രേറ്റിൻ്റെ തലത്തിലും അന്വേഷണം നടക്കുന്ന ഒരു പ്രമേയമായി അത് മാറിയിരിക്കുന്നു. എന്നാൽ ഈ അന്വേഷണങ്ങൾ പോരാ, ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം എന്ന നിലയ്ക്കുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ ആവശ്യം പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത് പൗരാവകാശ പ്രവർത്തകരും പിന്നെ KPCC പ്രസിഡന്റ് VM സുധീരനുമാണ്. ആ വാർത്ത വീക്ഷണം എന്ന പത്രം 1-ാം പേജിൽ തരുന്നു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് സുധീരൻ നിലമ്പൂരിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ച് മജിസ്റ്റീരിയൽ അന്വേഷണങ്ങൾ സത്യം കണ്ടെത്തുന്നതിന് തികച്ചും അപര്യാപ്തമാണ്. ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി ലഭ്യമല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ മുൻകൈയിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്ന് പൗരാവകാശ പ്രവർത്തകരും VM സുധീരനും പറയുന്നു. ഇന്ന് മരിച്ചുപോയ മാവോയിസ്റ്റുകളുടെ ശവശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്ന ദിനമാണ്. അവരാകട്ടെ ഹൈക്കോടതിയിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ പോകുന്നു എന്നും വാർത്തയുണ്ട്. മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ പാകിസ്ഥാൻ നിർമ്മിത റൈഫിൾ കണ്ടെത്തി എന്ന വാർത്ത ജന്മഭൂമി മാത്രമാണ് ആ വാർത്ത തന്നിരിക്കുന്നത്. അവർക്ക് എവിടെ നിന്ന് ലഭിച്ചു ഈ വാർത്ത എന്നൊന്നും അറിയാൻ നമുക്കറിയില്ല. ഏതായാലും പേര് വെച്ച് തന്നെ പത്രപ്രവർത്തകൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ജന്മഭൂമിയുടെ 1-ാം പുറത്ത് ആ വാർത്തയുടെ ജന്മഭൂമി മാത്രം നമുക്ക് തരുന്ന, കണ്ടെത്തിപ്പിടിച്ച് തരുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക്. മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ പാക് റൈഫിളുകൾ, ISI ബന്ധം അന്വേഷിക്കും. ജന്മഭൂമിയുടെ ലീഡ് വാർത്തയാണത്. നിലമ്പൂർ വെടിയേറ്റ് മരിച്ച മാവോയിസ്റ്റുകളുടെ സങ്കേതത്തിൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങൾ കാശ്മീരിൽ ഭീകരവാദ സംഘടനകൾ ഉപയോഗിക്കുന്നവ. പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും ഇക്കാര്യം സ്ഥിരീകരിച്ചു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന മാവോയിസ്റ്റുകൾക്ക് കാശ്മീർ ഭീകരവാദ സംഘടനകളിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇത് എന്ന് TS നീലാംബരൻ പറയുന്നു. എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ TS നീലാംബരൻ പറയുന്നത് തന്നെ അത് മാത്രമാണ് തെളിവ്.
ഇന്ന് മാതൃഭൂമിയുടെ അവസാനപുറം മറ്റൊരു വാർത്ത കൂടി, കൗതുകരമായ മറ്റൊരു വാർത്ത കൂടി ഈ മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധിപ്പിച്ച് തരുന്നു. മാവോവാദികളുമായി ഏറ്റുമുട്ടാൻ പദ്ധതിയില്ല തമിഴ്നാട് പോലീസിനെന്ന് തമിഴ്നാട് പോലീസ് പറഞ്ഞ കാര്യമാണ് മാതൃഭൂമി തരുന്നത്. മുമ്പ് ഏറ്റുമുട്ടൽ കൊലപാതകം ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പോലീസാണ് തമിഴ്നാട് പോലീസ്. അവർ ആ പരിപാടി മാറ്റി. മാവോവാദികളുമായി ഏറ്റുമുട്ടാൻ പദ്ധതിയില്ലെന്നും അവരെ തന്ത്രത്തിൽ അറസ്റ്റ് ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും തമിഴ്നാട് പോലീസ് പറഞ്ഞ കാര്യവും അതിൻ്റെ വിശദാംശങ്ങളും അവസാനപുറത്ത് നിന്ന് മാതൃഭൂമി തരുന്നു. അത് നാം മനസ്സിലാക്കേണ്ടത് രൂപേഷിനെ പോലെയുള്ള മാവോവാദി നേതാക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് തമിഴ്നാട് ഇപ്പോൾ ചെയ്തത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇനി ഇന്നത്തെ കാർട്ടൂൺ. നോട്ട് നിരോധനത്തിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഇന്നലെ മൻ കി ബാത്തിൽ അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. അല്ലാതെ കള്ളപ്പണ വേട്ടയൊന്നുമല്ല അതിൻ്റെ പുറകിൽ. ഈ കാർട്ടൂൺ അത് കൂടുതൽ വിശദമാക്കുന്നു. കാർട്ടൂൺ കാണുക. ഇന്ത്യൻ സമ്പദ്ഘടനയെന്ന ആനയെ ഇക്കരയിൽ നിന്ന് പണരഹിത സമുദായമെന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് ചവിട്ടിത്തെറിപ്പിക്കുന്ന മോദിയുടെ കാർട്ടൂൺ കേശവ് ഇന്ന് ഹിന്ദുവിൽ തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. പക്ഷിപ്പനി പേടിച്ച് കൂട്ടത്തോടെ ലക്ഷക്കണക്കിന് താറാവുകളെ കൊന്നൊടുക്കിയിട്ട് ദിവസങ്ങൾ ആയില്ല. ഇനി പക്ഷിപ്പനിയെ പറ്റി പേടിക്കേണ്ടതുണ്ടോ? ആ കാലഘട്ടം കഴിഞ്ഞുവോ? അത് തുറന്നു പറയുന്ന, പേടിക്കേണ്ട എന്ന് പറയുന്ന ഒരു ചിത്രം ഇതാ. ഇത് കുമരകം കരിയിൽ തോടാണ്. അവിടെ മീൻ പിടിക്കാൻ വട്ടമിട്ട് പറക്കുന്ന പറവകളെ നമുക്ക് കാണാം. ഒപ്പം താറാക്കൂട്ടങ്ങളെയും കാണാം. ഈ ചിത്രം കേരള കൗമുദി അവസാന പുറത്ത് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ.